പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല, ആന്റിയമ്മ തനിക്ക് എതിരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ആന്റിയമ്മയെ ചെന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന കൺമണി ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതോടെ ആന്റിയമ്മ കൺമണിയോട് പറയുകയാണ്, ഓ കൺമണി, നീ വന്നത് നന്നായി. നിന്നെ ഒന്ന് കാണണമെന്ന് ഞാനും വിചാരിച്ചതായിരുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആന്റിയമ്മയോട് സംസാരിക്കാനുണ്ട്. ആ, നീ പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ആന്റിയമ്മ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കൃഷ്, നിന്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം നീ പറയാതെ തന്നെ എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യം നടക്കുകയില്ല കൺമണി. അതാണ് സത്യം. നീ ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതാണ് നല്ലത്. മറ്റാരൊക്കെ ഈ വിവാഹത്തിന് സമ്മതിച്ചാലും ഞാൻ അതിന് സമ്മതിക്കുകയില്ല. ഇതോടെ കൺമണിക്കാകെ വിഷമമായിരിക്കുകയാണ്. എന്താണ് പറയേണ്ടത് എന്നറിയാതെ കൺമണി നിന്നതിനെ തുടർന്ന്, നീ കരഞ്ഞിട്ട് കാര്യമില്ല കൺമണി. നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവൻ കല്യാണം കഴിക്കുകയാണ് എങ്കിൽ അത് മാനസയെ കല്യാണം കഴിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട. നിന്റെ മനസ്സിലെ ആഗ്രഹം മാറ്റിവെക്കുന്നതാണ് നല്ലത്. പക്ഷേ കൃഷ് സാർ മാനസ മേഡത്തെ സ്നേഹിക്കുന്നില്ല. ആ കാര്യം മറക്കരുത്. കൃഷ് സാറിൻ്റെ നല്ലൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആന്റിയമ്മ ആ കാര്യം മനസ്സിലാക്കണം. ഓ, അതൊന്നും വലിയ കാര്യമില്ല. അവൻ പതിയെ അവളെ സ്നേഹിച്ചോളും. ആ കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. മാനസയ്ക്ക് അതിനുള്ള കഴിവൊക്കെയുണ്ട്. എന്തുകൊണ്ടും നിന്നേക്കാൾ മികച്ചൊരു പെൺകുട്ടി തന്നെയാണ് അവൾ. ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ തയ്യാറല്ല. നീ മനസ്സിലെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ കൺമണി അത് മറക്കുന്നതാണ് നല്ലത്. ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട. വെറുതെ നീ കരയുകയേയുള്ളൂ. മനസ്സിലായോ? ശരി, നീ എന്തായാലും ഓഫീസിലെ ജോലികളെല്ലാം ചെയ്തോ. നിനക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുക, കിട്ടുന്ന ശമ്പളം വാങ്ങി പോവുക. ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ആന്റിയമ്മ. അപ്രതീക്ഷിതമായ ഈ സംഭവം മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് കൺമണിയെ. പക്ഷേ ഇതേ തുടർന്ന് കൺമണി എല്ലാം സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കൃഷാകട്ടെ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ്. ഇനി കൺമണിയെ വിഷമിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് കൃഷിനോട് വിവാഹത്തിൻ്റെ ഡേറ്റായി എന്നുള്ള കാര്യം അറിയിക്കുന്നത് അവർ. ഇതോടെ കൃഷ് ആകെ പകച്ചു പോകുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് കൃഷ് പ്രതീക്ഷിച്ചതല്ല. സാഗറും വീട്ടുകാരും തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കൃഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. എങ്ങനെയാണ് തൻ്റെ വീട്ടുകാരെ
വേദനിപ്പിക്കുക? ആ ഒരു ചോദ്യം ബാക്കിയാകുമ്പോഴാണ് കൃഷിൻ്റെ സഹോദരി കൃഷിനോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്നത്. കൃഷിനോട് അവൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, കൺമണിയെ കൈവിടരുത് എന്നുള്ള കാര്യം. കൺമണി ചേച്ചി പാവമാണ്. മാനസയേക്കാൾ നല്ലത് കൺമണി ചേച്ചി തന്നെയാണ് എന്ന് പറയുന്ന അവൾ വിവാഹം കൺമണിയെ കഴിച്ചാൽ മതി എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കൃഷിന് വീണ്ടും കോൺഫിഡൻസ് വന്നിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.